പുൽപ്പള്ളിയിൽ ഇന്ന് പുൽപ്പള്ളിക്ക് ആശ്വാസപ്പുലരിയാണ്. വളരെ ദിവസങ്ങളായി, ഏകദേശം 10 ദിവസത്തോളമായി അവിടെ കടുവ ഭീതി പടർത്തിയിരുന്നു. പി വി ജോഷില കോഴിക്കോട് നിന്ന് ചെന്ന് കടുവയെ കൂട്ടിലാക്കിയിട്ടുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. അനൂപ് 10 ദിവസം തെരഞ്ഞു, കടുവയെ കിട്ടിയില്ല. ജോഷില തന്നെ വേണ്ടി വന്നു കടുവയെ കൂട്ടിലാക്കാൻ. വിനിഷ, ഏകദേശം 10 ദിവസമായി എല്ലാവരും അമരക്കുനിയിലെയും ദേവർഗദ്ദയിലെയും അതുപോലെ തന്നെ തൂപ്രയിലെയും പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ ആകെ നടുക്കിക്കൊണ്ടുള്ള ഒരു 10 ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ മാത്രമല്ല, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും എല്ലാം തന്നെ ഉറക്കമിളച്ച രാത്രികളായിരുന്നു കഴിഞ്ഞുപോയത്. എന്തായാലും അതിനൊരു ആശ്വാസമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത്രയേറെ ഭീതിയിലായിരുന്നു കടുവ. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി 5 ആടുകളെയാണ് കൊന്നു തിന്നത്. ഇതിലൊക്കെ തന്നെ വലിയൊരു ഭീതി ജനങ്ങളിൽ നിലനിൽക്കുകയായിരുന്നു. അതൊക്കെ തന്നെ സമാപനമായിരിക്കുന്നു. ഇന്നലെ 11:45 കൂടിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും RRT ടീം അടക്കമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ 130ഓളം ഉദ്യോഗസ്ഥരാണ് ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. മാത്രമല്ല, അജിത് കെ രാമൻ അടക്കമുള്ള DFOമാർ ഉന്നത ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദൗത്യം വിജയിച്ചത് എന്നുള്ളതാണ്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലുമായി 5 സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലായി കൂടുകൾ സ്ഥാപിച്ചത്. ഈ കൂട്ടിലൊന്നും കയറാതെ കടുവ ഇങ്ങനെ തെന്നി മാറി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇത് ആളുകളിൽ ഉണ്ടാക്കിയത് ഭയങ്കര ഭീതിയായിരുന്നു. 2 ദിവസം കർഫ്യൂ പ്രഖ്യാപിച്ചു. ആ കർഫ്യൂവിനോട് ജനങ്ങൾ വളരെയധികം സഹകരിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പകൽ നേരങ്ങളിൽ ഈ ഒരു മൃഗം കടുവ ഒരു തരം സ്നീക്കിംഗ് സ്വഭാവം കാണിക്കുമായിരുന്നു. പൂച്ചയെ പോലെ പതുങ്ങി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് പകൽ നേരങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച്, തെർമൽ ഡ്രോണും അതുപോലെ സാധാരണ ഡ്രോണും ഉപയോഗിച്ച് ഇതിനെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ദൗത്യം. ആ ദൗത്യം വിജയിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഇന്നലെ 7:20 തുപ്ര ഭാഗത്ത് അങ്കനവണ്ടിയുടെ സമീപത്ത് ഇതിനെ കാണാൻ സാധിച്ചു. വീണ്ടും ഇന്നലെ അവസാനമായി സ്ഥാപിച്ച കൂട്ടിലേക്ക്, അത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ആ കൂട് നിർമ്മിച്ചത് എന്നുള്ളതാണ്. സാധാരണ ആട്ടിൻകൂട് പോലെ തന്നെ ആക്കി മാറ്റുകയായിരുന്നു. കടുവയ്ക്ക് ആട്ടിൻകൂട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന വിധത്തിലായിരുന്നു ആ കൂട് സ്ഥാപിച്ചത്. ആ കൂട്ടിലേക്കാണ് ഇന്നലെ കടുവ കയറിയത്. എന്തായാലും അരുൺ സക്കറിയ അടക്കമുള്ള സർജന്മാർ ഉടനെ തന്നെ സ്ഥലത്തെത്തി എന്നുള്ളതാണ്. കടുവയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് കടുവയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് കടുവയെ കൊണ്ടുപോയത്. കൂപ്പാടിയിലേക്കാണ് കൊണ്ടുപോയത്. കൂപ്പാടിയിൽ നിന്ന് ഇന്ന് വൈദ്യപരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വിനിഷ, എല്ലാവരുടെയും ഒരു ഭീതി അത് ഒഴിഞ്ഞിരിക്കുന്നു. മനുഷ്യജീവന് അപായം വരുത്താതെ ഇത്തരത്തിൽ കടുവയെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ആശ്വാസകരമായി മാറിയിരിക്കുകയാണ് വിനിഷ. ശരി ജോഷില.